ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ കേരള സാഹിത്യ അക്കാദമി ഹാൾ 2024 മെയ് 1 ഇവിടെ ഒരു ഫീല ഫെസ്റ്റ് 2024 നടന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്നാണ് മെയ് 1 അപ്പോൾ ഇന്നാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇവിടെ ആക്കണം വിചാരിച്ചിട്ട് അങ്ങോട്ട് വന്നത്. തൃശ്ശൂരിലാണ് ഈ കേരള സാഹിത്യ അക്കാദമി. ഇവിടെ മിക്കപ്പോഴും പ്രോഗ്രാംസ് ആട്ടാ. കവി സമ്മേളനം, പുസ്തക പ്രകാശനം, അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും, എന്തെങ്കിലും പരിപാടികളൊക്കെ കൂടി ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഇവിടെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ആ കേരള സാഹിത്യ അക്കാദമിയുടെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ട, ചുറ്റും മരങ്ങളാണ്. ഇവിടെയുള്ള ഓരോ കെട്ടിടങ്ങൾക്കും ഓരോ പേരുകളാണ്, കവികളുടെ പേരുകളാണ്. വയലോപ്പള്ളി ഹാൾ, ചെങ്ങമ്പുഴ മന്ദിരം. ചെങ്ങമ്പുഴയൊക്കെ ഒരുപാട് നമ്മൾ മലയാളത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട കവികളാണ്. ചെങ്ങമ്പുഴയിലൊക്കെ ഒരു കവിതയുണ്ട്, കാനന ചോലയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ. അദ്ദേഹം എഴുതിയ രമണനിലെ കവിതയാണ്. രമണൻ എന്ന കവിതയിലെ ഒരു വരികളാണ് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ പാടിയത്. ഇതാണ് ചെങ്ങമ്പുഴ മന്ദിരം. കണ്ട, ഞാൻ മുന്നേ പറഞ്ഞു ഓരോ കെട്ടിടങ്ങൾക്കും ഓരോ പേരുകളാണ്, ഓരോ കവികളുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ചെങ്ങമ്പുഴ മന്ദിരം. ഇനി നമ്മൾ അടുത്തുനിന്ന് കാണാൻ പോകുന്നത് വയലോപ്പള്ളി ഹാൾ. ഇവിടെയാണ് ഒരു പുസ്തക പ്രകാശനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വയലോപ്പള്ളിയുടെ ഒരു കവിതയുണ്ട്, അങ്കണത്തെ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്ന് മുതിർന്നു ചുടു കണ്ണീർ. മാമ്പഴം എന്ന കവിതയിലെ വരികളാണ് ഞാനിപ്പോൾ പാടിയത്. എൻ്റെ അമ്മാമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട വരികളാണ്. ആ പാട്ടൊക്കെ പാടുമ്പോഴേ ആ കവിതയൊക്കെ കേൾക്കുമ്പോഴേ കണ്ണിൽ നിന്ന് വെള്ളം വരും. അത്രയും നമ്മളുടെ മനസ്സിനെ ഒരുപാട് സ്പർശിക്കുന്ന വരികളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രാമപഞ്ചായത്തിനെ കുറിച്ചുള്ളൊരു നാടകം, ഒരു സ്കിറ്റ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ, ഈ കേരള സാഹിത്യ അക്കാദമിയിൽ തന്നെ. അപ്പം ഞങ്ങളത് ജസ്റ്റ് ഒന്ന് എടുത്തു, ആ സ്കിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു. അപ്പോൾ അവിടെയും തിരക്ക് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.